ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനത്ത് ഒരു വിട്ടുവീഴ്ചയ്ക്കും ഇന്ത്യ സഖ്യം തയ്യാറാവില്ല എന്ന കൃത്യമായ മുന്നറിയിപ്പ് നൽകുകയാണ് രാഹുൽ ഗാന്ധി എന്നാണ് മനസ്സിലാകുന്നത്. അതേസമയം ഈ വിഷയത്തിൽ ഒരു സമവായത്തിനുള്ള ശ്രമം പുരോഗമിക്കുന്നുണ്ട് എന്ന് മനസ്സിലാകുന്നു. രാജ്നാഥ് സിംഗ് വിവിധ കക്ഷി നേതാക്കളുമായി സംസാരിച്ചു എന്നുള്ള വിവരങ്ങൾ പുറത്തുവിടുന്നുണ്ട്. പക്ഷേ ഇപ്പോഴും ഇന്ത്യ സഖ്യം ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനം വേണമെന്ന കാര്യത്തിൽ ഉറച്ചു നിൽക്കുകയാണ് എന്ന് മനസ്സിലാകുന്നു. പ്രതിപക്ഷവുമായി ചർച്ച നടത്തി. നാളെയാണ് സ്പീക്കർ തെരഞ്ഞെടുപ്പ് ഉണ്ടാവുക. ER രാഗേഷ് തുടരുന്നുണ്ട്. രാഗേഷ്, ഇന്ത്യ സഖ്യം ഒട്ടും പിറകോട്ടില്ല. ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനം വേണമെന്ന കാര്യത്തിൽ തന്നെയാണ്. ഭരണപക്ഷത്തിൽ നീക്കം എങ്ങനെയാണ്? രാജ്നാഥ് സിംഗിന്റെ ചർച്ച ഏതെങ്കിലും തലത്തിൽ ഫലം ചെയ്യുമോ? സ്പീക്കർ സ്ഥാനത്തേക്ക് തെരഞ്ഞെടുപ്പ് ഒഴിവാക്കാനുള്ള നീക്കമാണ് ഇപ്പോൾ സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് നടക്കുന്നത്. രണ്ട് മന്ത്രിമാർ, പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജുവിന് പുറമെ രാജ്നാഥ് സിംഗിനെയും ചുമതലപ്പെടുത്തിയിരിക്കുകയാണ് കേന്ദ്ര സർക്കാർ. ഇതിന്റെ അടിസ്ഥാനത്തിൽ കോൺഗ്രസ് അടക്കമുള്ള കക്ഷികളുമായി രാജ്നാഥ് സിംഗ് ചർച്ച നടത്തി. KC വേണുഗോപാലുമായാണ് രാജ്നാഥ് സിംഗ് സംസാരിച്ചത്. KC വേണുഗോപാൽ രാജ്നാഥ് സിംഗിന് നൽകിയ മറുപടി NDAയുടെ സ്പീക്കർ സ്ഥാനത്തെ പിന്തുണയ്ക്കാം, പ്രതിപക്ഷം പ്രത്യേകിച്ച് കോൺഗ്രസ് പിന്തുണയ്ക്കാമെന്ന് അദ്ദേഹം അറിയിച്ചു. പകരം ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനം പ്രതിപക്ഷ നിരയ്ക്ക് വേണം എന്നൊരു നിർദ്ദേശമാണ് ഇപ്പോൾ നൽകിയിട്ടുള്ളത്. അത്തരമൊരു നിർദ്ദേശം കോൺഗ്രസ് മുന്നോട്ട് വയ്ക്കുകയും ചെയ്തിട്ടുണ്ട്. കാരണം കീഴ്വഴക്കം അതാണ്. അക്കാര്യവും KC വേണുഗോപാൽ ചൂണ്ടിക്കാണിക്കുകയും ചെയ്തു. ഏതായാലും 12 മണി വരെയാണ് പത്രിക സമർപ്പിക്കാനുള്ള സമയം. അതിനു മുൻപ് സർക്കാരിന്റെ തീരുമാനം കാത്തിരിക്കുകയാണ് ഏതായാലും ഇന്ത്യ സഖ്യം. പക്ഷേ കോൺഗ്രസ് നേതാക്കൾ ഏതായാലും ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനത്തേക്ക് മത്സരിക്കാൻ കൊടിക്കുന്നിൽ സുരേഷ് അടക്കമുള്ള നേതാക്കളോട് തയ്യാറാകണമെന്ന് നിർദ്ദേശം ഇതിനോട് നൽകിയിട്ടുണ്ട്. അതിനുള്ള പത്രികയ്ക്കുള്ള എല്ലാ തയ്യാറെടുപ്പുകളും ആരംഭിക്കാനുള്ള നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. ഒരുപക്ഷേ ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനത്തേക്ക് സർക്കാർ വിട്ടുവീഴ്ചയുണ്ടായില്ലെങ്കിൽ മത്സരിക്കുമെന്ന നിലപാടിൽ തന്നെയാണ് ഇപ്പോൾ കോൺഗ്രസും ഇന്ത്യ സഖ്യവും ഉള്ളത്. ഏതായാലും രാഹുൽ ഗാന്ധിയും അല്പം മുമ്പ് മാധ്യമങ്ങളെ കണ്ടപ്പോൾ പ്രതികരിച്ചതും അക്കാര്യം തന്നെയാണ്. സ്പീക്കർ സ്ഥാനത്തെ സർക്കാർ നിർദ്ദേശിക്കുന്ന ആളെ പിന്തുണയ്ക്കാം, പക്ഷേ ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനം വേണം എന്നൊരാവശ്യം അദ്ദേഹം ചൂണ്ടിക്കാണിക്കുകയും ചെയ്തു. ഒപ്പം UPA കാലത്തടക്കമുള്ള മുൻ കീഴ്വഴക്കങ്ങളും അദ്ദേഹം വ്യക്തമാക്കിയുണ്ടായി. അതായത് UPA കാലത്ത് BJP ഉൾപ്പെടെ പ്രതിപക്ഷ കക്ഷിയിൽ നിന്നായിരുന്നു ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനം നൽകിയതെന്ന് കൂടി അദ്ദേഹം വ്യക്തമാക്കി. അത് ശരിയായ കാര്യവുമാണ്. കാരണം BJP നേതാവ് കരിയ മുണ്ടയായിരുന്നു 2009 മുതൽ 2014 വരെയുള്ള കാലഘട്ടത്തിൽ ഡെപ്യൂട്ടി സ്പീക്കർ. അതിനു മുൻപ് അകാലിദൾ നേതാവ് NDAയുടെ കക്ഷിയായ അകാലിദളിൽ നിന്നുള്ള ചരൺജിത് സിംഗ് അത്വാളായിരുന്നു ഡെപ്യൂട്ടി സ്പീക്കർ പദവിയിലുണ്ടായിരുന്നത്. അപ്പോൾ അത്തരമൊരു കീഴ്വഴക്കം പാലിക്കാൻ സർക്കാർ തയ്യാറാകണമെന്ന ആവശ്യമാണ് ഏതായാലും പ്രതിപക്ഷം മുന്നോട്ട് വയ്ക്കുന്നത്. ഏതായാലും ഈ 12 മണി വരെ മാത്രമാണ് സമയം അവശേഷിക്കുന്നത്. അതുവരെ സർക്കാരിന്റെ തീരുമാനം ഏതായാലും ഈ ഘട്ടത്തിൽ കാത്തിരിക്കുകയാണ് പ്രതിപക്ഷം. അല്ലാത്ത പക്ഷം പത്രിക സമർപ്പിക്കാനും മത്സരിക്കാനുള്ള തീരുമാനത്തിലേക്കുമാണ് ഇപ്പോൾ പ്രതിപക്ഷം പോകുന്നത്. രഞ്ജിത്ത്, ഏതായാലും ഈ സമവായം, കാരണം നമുക്കറിയാം ഇതുവരെയുള്ള ചരിത്രത്തിൽ സ്വാതന്ത്ര്യത്തിന് ശേഷം സ്പീക്കറുമായി ബന്ധപ്പെട്ട് പാർലമെന്റ് തെരഞ്ഞെടുപ്പ് ഉണ്ടായിട്ടില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. അങ്ങനെ ഒരു കീഴ്വഴക്കം മാറ്റിവെക്കപ്പെടുക എന്നുള്ളത് ഗൗരവതരമായ കാര്യമാണ്. അത് ഒഴിവാക്കാനുള്ള ശ്രമം സ്വാഭാവികമായും ഭരണപക്ഷം നടത്തും. ഇന്നലെയൊക്കെ പുറത്തുവന്നൊരു വാർത്ത DMKയ്ക്ക് ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനം വാഗ്ദാനം ചെയ്തുകൊണ്ട് ഇന്ത്യ സഖ്യത്തിൽ ഒരു വിള്ളലിന് BJP ശ്രമിക്കുന്നു എന്നുള്ളതായിരുന്നു. അത് ഫലപ്രദമായിട്ടുണ്ടോ? ആ രീതിയിൽ ഇപ്പോഴും ശ്രമം തുടരുന്നുണ്ടോ? അതിനോടൊപ്പം DMKയുടെ പ്രതികരണം ലഭ്യമായിട്ടുണ്ടോ? രഞ്ജിത്ത്, അത്തരമൊരു റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. DMKയ്ക്ക് ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനം നൽകിയേക്കുമെന്ന റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. പക്ഷേ DMK ഏതായാലും ഇന്ത്യ സഖ്യത്തിന്റെ ഭാഗമാണ്. അതുകൊണ്ട് തന്നെ അത്തരമൊരു തീരുമാനം DMK ഏകപക്ഷീയമായി എടുക്കില്ല എന്ന് ആ പാർട്ടിയുടെ നേതാക്കൾ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. അതായത് ഇന്ത്യ സഖ്യത്തിൽ കക്ഷികളുമായും കോൺഗ്രസ് അടക്കമുള്ള കക്ഷികളുമായി ചർച്ച നടത്തിയ ശേഷം മാത്രമായിരിക്കും അത്തരമൊരു തീരുമാനത്തിലേക്ക് പോവുക എന്നാണ് ഇപ്പോൾ ഇന്ത്യ സഖ്യ DMK തന്നെ വ്യക്തമാക്കിയിട്ടുള്ളത്. ഏതായാലും ഇപ്പോൾ കോൺഗ്രസ് നേതാക്കൾ പറയുന്ന പ്രധാനപ്പെട്ട കാര്യം, ഒരു അറിയിപ്പും സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഔദ്യോഗികമായി വന്നിട്ടില്ല. അതായത് രാജ്നാഥ് സിംഗ് അടക്കമുള്ള നേതാക്കൾ ചർച്ച നടത്തിയെന്ന കാര്യം സ്ഥിരീകരിക്കുന്നുണ്ട്. എന്തൊക്കെ കാര്യങ്ങൾ സംസാരിച്ചു എന്ന കാര്യങ്ങളും നേതാക്കൾ പറയുന്നുണ്ട്. പക്ഷേ ഒരു ഉറപ്പും നൽകിയിട്ടില്ല. അതായത് ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനം പ്രതിപക്ഷത്തിന് നൽകാം എന്നൊരു ഉറപ്പ് സർക്കാരിന്റെ ഭാഗത്ത് ഇതുവരെ ഉണ്ടായിട്ടില്ല. ആ ഉറപ്പാണ് ഇപ്പോൾ പ്രതിപക്ഷം ഏതായാലും കാത്തിരിക്കുന്നത്. ഇനി മിനിറ്റുകൾ മാത്രമാണ് അവശേഷിക്കുന്നത് പത്രിക സമർപ്പിക്കാൻ. അപ്പോൾ അതിനു മുൻപ് തീരുമാനമുണ്ടായില്ലെങ്കിൽ പത്രിക സമർപ്പിക്കാനും മത്സരിക്കാനുള്ള തീരുമാനത്തിലേക്കും പ്രതിപക്ഷം കടക്കുകയാണ്. അപ്പോൾ സർക്കാരിന്റെ കയ്യിലാണ് ഇപ്പോൾ പന്തുള്ളത്. സർക്കാരിന്റെ കോർട്ടിലാണ് പന്തുള്ളത്. സർക്കാർ തീരുമാനമനുസരിച്ചായിരിക്കും ഇനി പ്രതിപക്ഷത്തിന്റെ മറ്റു നീക്കങ്ങൾ. ഏതായാലും നിർണായകമാണ് ഇനിയുള്ള ഓരോ നിമിഷങ്ങളും. കാരണം 12 മണി വരെയാണ് പത്രികാ സമർപ്പണത്തിനുള്ള സമയം. അതിനകം ഇനി ഏതാണ്ട് ഒരു 50 മിനിറ്റിനകത്ത് മാത്രം 45 മിനിറ്റ് മാത്രമാണ് ബാക്കിയുള്ളത്. ഇപ്പോഴും ലോക്സഭാ അംഗങ്ങൾ സത്യപ്രതിജ്ഞ പുരോഗമിക്കുന്നുണ്ട്. പാർലമെന്റിൽ ഇന്നലെ ആരംഭിച്ചതാണ്, ഇന്നും അത് പുരോഗമിക്കുന്നുണ്ട്. നടപടിക്രമം ഇന്നുള്ളത് അതാണ്. ഇതിനിടയിലാണ് ഈ നാമനിർദ്ദേശ പത്രികാ സമർപ്പണവുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകേണ്ടത്. ഓം ബിർള തൽക്കാലം സ്പീക്കറായി തുടരും എന്നുള്ള തീരുമാനത്തിൽ ഏതാണ്ട് ഭരണപക്ഷം എത്തിയിട്ടുണ്ട് എന്നാണ് മനസ്സിലാകുന്നത്. പക്ഷെ അപ്പോഴും അതിന് സമവായത്തിലേക്ക് കാര്യങ്ങൾ എത്തിയില്ല എങ്കിൽ പിന്നെ എന്തായിരിക്കും ഇന്ത്യ സഖ്യത്തിനടക്കം മുന്നിലുള്ള നിലപാട്? ഒരു മത്സരത്തിന് സന്നദ്ധരായി തന്നെയാണോ അവരുടെ നീക്കം?
രാകേഷ്. രഞ്ജിത്ത്, ഓം ബിർള ആയിരിക്കും സ്പീക്കർ സ്ഥാനത്ത് എന്ന് ഏറെക്കുറെ ഉറപ്പായിരിക്കുകയാണ്. പ്രധാനമന്ത്രിയുമായി ഓം ബിർള അന്ന് കൂടിക്കാഴ്ച നടത്തുകയും ചെയ്തിരുന്നു. കഴിഞ്ഞ തവണത്തെ സ്പീക്കറാണ് ഓം ബിർള. അദ്ദേഹം 3ാം തവണയാണ് ഇപ്പോൾ ഏതായാലും ലോക്സഭയിൽ എത്തുന്നത്. നേരത്തെ പല വിയോജിപ്പുകളും ഏതായാലും പ്രതിപക്ഷത്തിന് ഓം ബിർളയ്ക്കുണ്ട്. കാരണം കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് ഓം ബിർള സ്പീക്കറായിരിക്കുന്ന കാലത്താണ് കൂട്ടമായി അംഗങ്ങളെ സസ്പെൻഡ് ചെയ്യുന്ന നടപടി ഉണ്ടായത്. പ്രതിപക്ഷ നിരയിൽ നിന്ന് വലിയ രീതിയിലുള്ള ഈ അവസാന സെഷനിലൊക്കെ തന്നെ വലിയ രീതിയിൽ അംഗങ്ങളെ സസ്പെൻഡ് ചെയ്യുന്ന നടപടി ഉണ്ടായിരുന്നു. വലിയ പ്രതിഷേധം പ്രതിപക്ഷത്തിനുണ്ടായിരുന്നു. പക്ഷേ അപ്പോൾ പോലും ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനം പ്രതിപക്ഷത്തിന് നൽകുകയാണെങ്കിൽ വിട്ടുവീഴ്ച ചെയ്യാം എന്നൊരു നിലപാടിലേക്ക് ഏതായാലും പ്രതിപക്ഷം എത്തിച്ചേരുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ അത്തരമൊരു ഉറപ്പ് നൽകിയിട്ടില്ല എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. കാരണം കീഴ്വഴക്കം അങ്ങനെയാണ്. പക്ഷേ കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് ഡെപ്യൂട്ടി സ്പീക്കർ പദവി പോലും ഉണ്ടായിരുന്നില്ല. അത് പൂർണ്ണമായും 5 വർഷവും ഒഴിച്ചിട്ട നടപടിയിലേക്ക് സർക്കാർ പോയി. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ അംഗബലം വർദ്ധിച്ച സാഹചര്യത്തിൽ ഇത്തരമൊരു കടുത്ത നിലപാടിലേക്ക് പ്രതിപക്ഷം പോകാനുള്ള പ്രധാനപ്പെട്ട കാര്യം. കാരണം കഴിഞ്ഞ 16ാം ലോക്സഭയും 17ാം ലോക്സഭയും അപേക്ഷിച്ച് പ്രതിപക്ഷത്തിന് ശക്തമായ സാന്നിധ്യമുണ്ട്. ഏതാണ്ട് സർക്കാരിനോടൊപ്പം നിൽക്കുന്ന അംഗബലമുണ്ട്. അതുകൂടി കണക്കിലെടുത്തുകൊണ്ട് തന്നെയാണ് ഏതായാലും ഇപ്പോൾ ഇത്തരമൊരു ആവശ്യം ഉന്നയിക്കുന്നത്. ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനം വേണം എന്നൊരു ആവശ്യം ഉറച്ചു നിൽക്കുന്നത്. അല്ലാത്ത പക്ഷം മത്സരത്തിലേക്ക് കടക്കാനുള്ള തീരുമാനത്തിലേക്കാണ് പ്രതിപക്ഷം ഏതായാലും എത്തിച്ചേർന്നിരിക്കുന്നത്. ഇപ്പോൾ ഏതായാലും സർക്കാരിന്റെ NDAയുടെ നിർണായക യോഗം അല്പസമയത്തിനകത്ത് ചേരും എന്ന വിവരങ്ങൾ കൂടി ഇപ്പോൾ ഈ ഘട്ടത്തിൽ ഏതായാലും പുറത്തു വരികയാണ്. അങ്ങനെയെങ്കിൽ ആ യോഗത്തിന് ശേഷമായിരിക്കും ഒരുപക്ഷെ അന്തിമ തീരുമാനത്തിലേക്ക് കടക്കുക. രഞ്ജിത്ത്, ശരി.